ചെടികളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ പോക്ക്. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന 10 മണിപ്പാടം കണ്ടോ? 100-ലധികം നിറങ്ങളിലുണ്ട്. സൗജന്യമായിട്ട് നേടാൻ അവസരമുണ്ട്. പോട്ടി മിക്സ് തയ്യാറാക്കുന്നതും ചെടി നടുന്ന രീതി, പൂക്കൾ നിറയാനുള്ള ടിപ്സ് പഠിക്കാം. പിന്നെ അടുക്ക് 10 മണി, സിൻഡ്രല്ല, ടൈഗർ ടിയാര, ജംബോ, പർസുലൈൻ, ജയൻറ്റ് പോർട്ടിലാക്ക, അങ്ങനെ സകല വെറൈറ്റീസിലും മാക്സിമം കളേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കും സെയിൽ ചെയ്യാം. ഒരു സംരംഭം തന്നെയാണ്. 10 മണിയിലൂടെ ദിവസവും 1000 രൂപ വരെ സമ്പാദിക്കുന്ന ഒരു കസ്റ്റമർ നമുക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നും പിന്നെ ടാറ്റോ വിങ്കയുടെ 5 കളർ സെറ്റ് വന്നിട്ടുണ്ട്. നോർമൽ വിങ്ക, സീനിയ, സെലൂഷ്യ, ചെണ്ടുമല്ലി, പെറ്റൂണിയ, ഡയാന്തസ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങി. അപ്പോൾ പുതിയ സ്റ്റോക്കുമായിട്ട് ഉടനെ എത്തും. അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സിൻഡ്രല്ല, ആന 10 മണി ഇതൊന്നും പെട്ടെന്ന് വാടി പോകാറില്ല. ഒരുപാട് നേരം വിടർന്നു നിൽക്കും. ഇതൊക്കെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ പൊന്നു പോലെ നോക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സൗജന്യ 10 മണി ചെടികൾ നേടാനൊരു അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒന്ന് ലൈക്ക് അടിക്കുക, വീഡിയോ ഒന്ന് ഷെയർ ആക്കുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിലൂടെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ അതിലൊരു പങ്ക് നിങ്ങളിലേക്ക് തന്നെ അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തട്ടെ എന്ന് മാത്രം. ഇനി ഈ 10 മണി ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ മതി. കാറ്റലോഗ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഈ 10 മണിപ്പൂക്കൾ നമ്മൾ അയക്കുന്നത് അന്ന് രാവിലെ തന്നെ എടുത്ത തണ്ടുകൾ നമ്മൾ വാടാതിരിക്കാൻ വേണ്ടി സ്യൂഡോമോണസ് ലായനി ഒന്ന് തളിച്ച് അല്പം സീഡ്ലിംഗ് മിക്സും ഇട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഈ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിങ്ങളുടെ കൈകളിൽ എത്താൻ വേണ്ടിയാണ് ഇച്ചിരി കഷ്ടപ്പെട്ടാലും മറ്റാരും ചെയ്യാത്ത ഈ രീതിയിൽ നമ്മൾ അയക്കുന്നത്. കഴിവതും DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. ഇനി സ്പീഡ് പോസ്റ്റ് മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ സംഗതി 1-2 ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവാറുണ്ട്. ഓരോ കസ്റ്റമേഴ്സും ചെടി കിട്ടുമ്പോഴുള്ള സന്തോഷം നമ്മൾ അറിയിക്കാറുണ്ട്. കളറിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, കൃത്യമായിരിക്കും. ഇനി ഈ തണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നടുന്ന രീതി കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു തണ്ട് ഇങ്ങനെ തന്നെ കുത്തരുത്, അത് പറയാം. അതിനു മുൻപ് ഈ തണ്ടുകൾ നടാനുള്ള പോട്ടി മിക്സ് നമുക്ക് സെറ്റാക്കാം. നീർവാർച്ചയുള്ള മിക്സ് ആയിരിക്കണം, ഇളക്കമുള്ള മണ്ണായിരിക്കണം, വളം നിർബന്ധമാണ്. അത്തരത്തിലുള്ള ഒരു പോട്ടി മിക്സിന് വേണ്ടി എടുക്കേണ്ടത് ആദ്യം മണ്ണെടുക്കാം, അതേ അളവിൽ തന്നെ മണലെടുക്കാം, പിന്നെ അതേ അളവിൽ തന്നെ ചാണകപ്പൊടി, അതായത് മണ്ണ്, മണൽ, ചാണകപ്പൊടി തുല്യ അളവിൽ എടുക്കണം. ഇനി ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഉമി കിട്ടുമെങ്കിൽ അല്പം ചേർക്കും. ഇനി ലഭ്യമാണെങ്കിൽ കുറച്ച് ജൈവവളവും പിന്നെ സ്യൂഡോമോണസും ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ ഉപയോഗിച്ച മണ്ണ് എന്ന് പറയുന്നത് pH കറക്റ്റ് ചെയ്ത മണ്ണാണ്. ഇനിയിപ്പോൾ pH കറക്റ്റ് ചെയ്യാത്തവർക്ക് അല്പം ഡോളോമൈറ്റ് കൂടി ഉപയോഗിക്കും. ഇനി നമ്മളിട്ട വളങ്ങളെല്ലാം കൂടി നന്നായിട്ട് ആ മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീർവാർച്ചയുള്ള ഇളക്കമുള്ള നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് കിട്ടും. ഇനി ഈ മിക്സ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലോ ഗ്രോ ബാഗിലോ നിലത്തോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളത് നിറയ്ക്കാം. എന്നിട്ട് തണ്ടുകൾ ഒടിച്ചു കുത്തണം. ഒരു വിരലിൻ്റെ വലിപ്പമുള്ള അത്രയും ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കി മാറ്റി വേണം കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പൂവും മൊട്ടും ഒക്കെ കളഞ്ഞേക്കാം. കുത്തുമ്പോൾ തല തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ തല തിരിഞ്ഞു പോയാൽ തണ്ട് ചീഞ്ഞു പോകും. അപ്പോൾ ശരിയായ ദിശയിൽ തന്നെ അധികം ആഴത്തിൽ പോകാതെ തണ്ട് കുത്തിക്കൊടുക്കും. അതിപ്പോൾ ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും നിലത്തായാലും സെയിം പാറ്റേൺ തന്നെ നമുക്ക് പിന്തുടരാം. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ദിവസവും 2 നേരം നനയ്ക്കണം. വേര് പിടിക്കുന്നത് വരെ തണൽ നൽകാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മൾ ഈ നട്ട തൈകൾ വലുതായിട്ട് നിറയെ മുട്ടിടാൻ കുറഞ്ഞത് 40 ദിവസമാണ് കണക്ക്. അപ്പോൾ 40 ദിവസമാകുമ്പോൾ കട്ടിങ്സ് എടുത്ത് ഇതുപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ വിപുലീകരിച്ച് കൊണ്ടുവരാം. ഒരു കാര്യം പറയട്ടെ, ചെറിയ ചെടിയാണെങ്കിലും വളം ഇടയ്ക്ക് നൽകാൻ കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒരു പുളിപ്പിച്ച വളം നേർപ്പിച്ചൊഴിക്കാം. അതിപ്പോൾ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചൊഴിച്ചാലും നേർപ്പിച്ച് ഒഴിച്ചാലും മതി. ആഴ്ചയിൽ ഒരു വട്ടമോ അതും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള വളം ചേർക്കണം. പിന്നെ ഈ 10 മണി ചെടികൾക്കിടയിൽ പുല്ല് വന്ന് നിറയും. ആ പുല്ല് വരുമ്പോൾ തന്നെ അത് അപ്പം നമ്മൾ പിഴുത് കളഞ്ഞേക്കാം. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പൂക്കളുണ്ടായി. അങ്ങനെ ഏകദേശം 2-2.5 മാസമൊക്കെ കഴിയുമ്പോൾ ഈ 10 മണി ചെടികളുടെ പൂക്കൾ അല്പം കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് റീപോട്ടിങ് ചെയ്യണം. ചട്ടിയിലാണെങ്കിൽ അത് എന്തായാലും റീപോട്ടിങ് ചെയ്യണം, പ്രൂൺ ചെയ്ത് കൊടുക്കണം. ചിലരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, 10 മണി ചെടികൾ കുരുടിച്ചു പോയി അല്ലെങ്കിൽ വെള്ളീച്ച വന്നു, അതിനെന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ അതിന് വേറെ ഒന്നുമല്ല, നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതൊന്ന് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഈ കീടങ്ങളുടെ ആക്രമണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്ത് സൂക്ഷിക്കാനും മറക്കല്ലേ. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ 10 മണി ചെടികൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് അയക്കാം. ഒപ്പം ഒരുപാട് വെറൈറ്റി പച്ചക്കറി വിത്തുകളുണ്ട്. നാടനും ഹൈബ്രിഡും പിന്നെ പൂച്ചെടികളും
പൂച്ചെടി വിത്തുകളും. അപ്പോൾ ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട്, കാറ്റലോഗിനായി വാട്സപ്പിൽ അയക്കാം. പിന്നെ അടതാപ്പ് അല്ലെങ്കിൽ ഇടതാപ്പ്, ഇറച്ചിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന എയർ പൊട്ടറ്റോൻ്റെ വിത്തുകൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയ വിത്തുകളാണ്. ആ വിത്തുകൾ ആവശ്യമുള്ളവർക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.